നിങ്ങളെല്ലാവരും ഡ്രാക്കുള സീമിയ എന്നുള്ള ഓർക്കിഡിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കേട്ടവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും ഇത് വളർത്തുന്നുണ്ടെങ്കിൽ, അതായത് ഈ പ്ലാന്റ് വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഈ പ്ലാന്റ് എൻ്റെ കയ്യിലില്ല. ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള എന്താണ് ഈ ഒരു ഓർക്കിഡ്, അതായത് ഡ്രാക്കുള സീമിയ അല്ലെങ്കിൽ മങ്കി ഓർക്കിഡ് എന്ന് പറയുന്ന ഈ ഒരു ഓർക്കിഡ് എന്താണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ് ഇല്ല. പിന്നെ അത് മാത്രമല്ല, പ്ലാന്റ് ഇതുവരെ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും ചോദിക്കേണ്ട, എൻ്റെ കയ്യിൽ സാധനം ഇല്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പ്ലാന്റ് എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. ഡ്രാക്കുള സീമിയ അല്ലെങ്കിൽ മങ്കി ഓർക്കിഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു പുഷ്പം വളരെ ഭംഗിയുള്ളൊരു പൂവാണ്. അതിൻ്റെ ദളങ്ങളുടെയും ആകൃതിയുടെയും ഘടനയും കാരണം വളരെ അദ്വിതീയമാണ്. ഇത് വളരെ വ്യത്യസ്തമായ രൂപമാണ് നൽകുന്നത്. തെക്കുകിഴക്കൻ ഇക്വഡോറിലെ ഉഷ്ണമേഖല ഉയർന്ന പ്രദേശങ്ങളിലെ വനങ്ങളിൽ നിന്നുള്ള ഡ്രാക്കുള സീമിയ ചെറിയ ഡ്രാഗൺ മങ്കി എന്നാണ് വിവർത്തനം ചെയ്യപ്പെടുന്നത്. ഏകദേശം 2000 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ഓർക്കിഡാണ് ഇവ. ഈ വിചിത്രമായ സസ്യങ്ങളെ അവയുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ കാണാൻ നിങ്ങൾ ഒരു കാൽനടയാത്ര നടത്തേണ്ടതുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് അവ വീട്ടിൽ വളർത്താം. ഡ്രാക്കുള ജനുസിൽ 110-ലധികം ഇനങ്ങളുണ്ട്. ഡ്രാക്കുള അമിലിയെ, ഡ്രാക്കുള ഗിഗാസും നമ്മുടെ മറ്റ് പ്രിയപ്പെട്ടവയാണ്. ഓരോന്നിനും വ്യത്യസ്ത നിറവും ആകൃതിയും ഉണ്ട്. എന്നാൽ എല്ലാം ഒരേ കുരങ്ങൻ മുഖമാണ്. ഈ ഓർക്കിഡുകൾ പൂക്കാൻ വളരെ സമയമെടുക്കും, ഏകദേശം 7 വർഷം. അതിനാൽ നിങ്ങൾ ഇവ വീട്ടിൽ വളർത്തിയാൽ നിങ്ങൾ ക്ഷമയോടെ തന്നെ കാത്തിരിക്കണം. എന്നാൽ പൂവിടാൻ തുടങ്ങിയാൽ അവ വളരെ കാലം പൂവിടുകയും ചെയ്യും. ശരിയായി പരിപാലിക്കുകയാണെങ്കിൽ 2 പതിറ്റാണ്ട് വരെ ഇവ പൂവിടുമെന്നാണ് പറയുന്നത്. ഈ അത്ഭുത പൂക്കൾ ചെറിയ കുരങ്ങൻ മുഖങ്ങൾ പോലെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ എങ്ങനെ? നീണ്ട മുഖങ്ങൾ ഒരു പിടി നീളമുള്ള ദളങ്ങളാൽ രൂപം കൊള്ളുന്നു. പൂവിൻ്റെ മധ്യഭാഗം നമ്മുടെ പൂർവികരായ കസിൻസിന് ഒരു നിർജീവമായ റിങ്ങർ ആയിരിക്കാമെങ്കിലും ഈ പേര് യഥാർത്ഥത്തിൽ ദളങ്ങളുടെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 2 നീളമുള്ള സീപ്പലുകളോടുകൂടി അല്ലെങ്കിൽ വികസിക്കുന്ന മുകളത്തെ ഉൾക്കൊള്ളുന്ന ഒരു പുഷ്പത്തിൻ്റെ ഭാഗം, ഒരു നിലവിളിയാണ്. ഈ മങ്കി ഓർക്കിഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ മണം. അതിൻ്റെ പേരിനേക്കാളും രൂപത്തെക്കാളും മികച്ചത് മങ്കി ഓർക്കിഡിൻ്റെ മനോഹരമായ സുഗന്ധമായിരിക്കും. ഈ പ്രത്യേക ഇനം ഓർക്കിഡ് പൂക്കുമ്പോൾ അത് പഴുത്ത ഓറഞ്ചിൻ്റെ സുഗന്ധമാണ് പുറപ്പെടുവിക്കാറുള്ളത്. ഇവ ഏത് സീസണിലും ഏത് സമയത്തും അവ പൂക്കാറുണ്ട്. അപ്പോൾ മങ്കി ഓർക്കിഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നല്ലൊരു അറിവായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആരെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെയും ഞാൻ പറയുകയാണ്, ഈ ഒരു പ്ലാന്റ് എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഞാൻ ചെയ്യും. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആൻഡ് മെച്ചൂർ പ്ലാന്റും, അതോടൊപ്പം തന്നെ കാറ്റ്ലിയ ഉണ്ട്, ഓൺസീഡിയ ഉണ്ട്, പിന്നെ ഗ്രാമറ്റോഫില്ല ഉണ്ട്, സിംബീഡിയ ഉണ്ട്, നമ്മുടെ വാൻഡ ഉണ്ട്. അങ്ങനെ കുറച്ച് ഓർക്കിഡിലെ വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുക്കുക, ഇതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. പ്ലാൻസ് ആവശ്യമുള്ളവരും അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.